ബാരെഫുട്ടിന്റെ രണ്ടാമത്തെ മാച്ച് ടീം ഹോണറ്റിനെതിരെയായിരുന്നു. ടീം ഹോണറ്റിന്റെ കൺട്രോളർ ഫേമസ് ബിസിനസ്മാൻ ഫിലിപ്പാണ്. ടീം ഹോണറ്റിൽ 3 ഹൈ സ്പീഡ് ഫുട്ബോളേഴ്സ് ഉണ്ട്. ടീം ഹോണറ്റ് ട്രയാങ്കിൾ അറ്റാക്ക് ഉപയോഗിച്ച് ടീം ബാരെഫുട്ടിനെതിരെ 1 ഗോൾ സ്കോർ ചെയ്തു. അവരുടെ ഓഫൻസ് ടീം ബാരെഫുട്ടിനെ തകർക്കാനായില്ല. ടീം ബാരെഫുട്ടിന് അവരുടെ ഡിഫൻസ് ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. പക്ഷെ ടീം ഹോണറ്റിൽ നിന്ന് വന്ന ട്രയാങ്കിൾ അറ്റാക്ക് അവർക്ക് ഒട്ടും തടയാനായില്ല. ടീം ഹോണറ്റിന്റെ ഈ അറ്റാക്ക് കാരണം അവർക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുമോ? ഇതിനെതിരെ ടീം ബാരെഫുട്ടിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. ഫസ്റ്റ് ഹാഫിലെ 15 മിനിറ്റിൽ ഹോണറ്റും ടീം ബാരെഫുട്ടും തമ്മിലുള്ള മാച്ച് ആയിരുന്നു. ജിജിഒ ഫുട്ബോളിന്റെ ഈ മാച്ചിൽ ടീം ഹോണറ്റിന് 1 ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ടീം ഹോണറ്റും ടീം ബാരെഫുട്ടും തമ്മിലുള്ള മാച്ചിന്റെ ഫസ്റ്റ് ഹാഫിലെ അടുത്ത 15 മിനിറ്റ് ഇപ്പൊ തുടങ്ങാൻ പോകുകയാണ്. ഷോൺ, നിനക്ക് നല്ല ഉറപ്പുണ്ടോ നീ ഇപ്പൊ ട്രൈ ചെയ്യാൻ പോകുന്ന ഒഫൻസ് ഫോർമേഷൻ വർക്ക്ഔട്ട് ആവുമെന്ന്? മിത്തിനെ തിരിച്ചു വിളിക്കാം. അങ്ങനെ വെറുതെ തോക്കി കയറി വെടിവെക്കേണ്ട സമയമല്ല ഇത്. അവർ കറക്റ്റ് ആയിട്ട് ഫോർമേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പ്ലാനിനനുസരിച്ച് കളിച്ചാൽ തീർച്ചയായിട്ടും ജയിക്കാൻ കഴിയും. ഈ മാച്ച് തുടങ്ങാൻ പോകുകയാണ്. ടീം ഹോണറ്റിനെതിരെ ടീം ബാരെഫുട്ടിന് 1 ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കിത് കണ്ടറിയാം. ടീം ബാരെഫുട്ട് ഇപ്പൊ കിക്ക് ഓഫിന് തയ്യാറായി. ഫുട്ബോളർ മിത്ത് ബോളിനെ കൊണ്ട് മുന്നോട്ട് പോകുന്നു. മിത്തിന് അവരുടെ ടീം മെമ്പേഴ്സിന്റെ അത്രയും സ്പീഡ് ഇല്ലായിരിക്കും, പക്ഷെ അവന്റെ ഡ്രിബ്ലിംഗ് സ്കിൽസ് ഭയങ്കര സുപ്പീരിയർ ആണ്. ടീം ഹോണറ്റിലെ ഫുട്ബോളേഴ്സ് മുന്നിലേക്ക് പോവുകയാണ്. അവർ മിത്തിനെ 2 സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. മിത്ത് ബോളുമായിട്ട് മിഡ്ഫീൽഡ് ഏരിയ ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കൂടെ ടീം ഹോണറ്റിന്റെ പ്ലേയേഴ്സും ഉണ്ട്. മിത്ത് ശ്രദ്ധിക്കൂ, ഒരു പ്ലെയർ വരുന്നു. അവനൊട്ടും വിചാരിച്ചില്ല അവനെ നീ അറ്റാക്ക് ചെയ്യുമെന്ന്. നീഡിൽ പെട്ടെന്ന് സിഗ്നേച്ചർ മൂവ്മെന്റ് ഉപയോഗിക്കാൻ നോക്ക്. ഇത് വിശ്വസിക്കാനാവുന്നില്ല. നിങ്ങൾ എത്ര നന്നായിട്ട് കളിച്ചാലും എല്ലാവരും ഒരുമിച്ച് നേരിടാൻ കഴിയില്ല. മിത്ത് എന്തിനാണ് അങ്ങനെ ചെയ്തത്? സമയം ഒട്ടും വൈകാതെ ടീം ഹോണറ്റ് ഓഫൻസിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ന്യൂക്ലിയസ് അവരെ മാർക്ക് ചെയ്യ്. സ്പീഡ് ഗോൾ അടിക്കാൻ മുന്നോട്ട് പോകുന്നു. അത് തടയാൻ തൊട്ടുപുറകിൽ ന്യൂക്ലിയസും ഉണ്ട്. ടീം ഹോണറ്റ് ഈ പ്രാവശ്യം ഗോൾ അടിക്കാൻ സാധിക്കുമോ? ടീം ഹോണറ്റിന്റെ ഫുട്ബോളർ റൈറ്റിലേക്കാണ് പോകുന്നത്. ന്യൂക്ലിയസ് അതിന്റെ തൊട്ടുപുറകിലുമുണ്ട്. റൈറ്റിൽ എന്ത് ചെയ്യാനാണ് അവരുടെ പ്ലാൻ? ടീം ഹോണറ്റിന്റെ ബാക്കി പ്ലേയേഴ്സ് റൈറ്റിൽ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, അവർ ശരിക്കും നേരെ വരുന്നില്ല. അവര് വളഞ്ഞാ ഓടുന്നത്. ഇങ്ങനെ കളിക്കുമ്പോൾ അറ്റാക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാ. ഹോണറ്റ് അവരുടെ പുതിയ സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണെന്ന് തോന്നുന്നു. ഗോൾ ലോക്ക് ചെയ്യാൻ ഫ്രണ്ട് ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓ നോ, അവര് വീണ്ടും സ്പീഡ് കൂട്ടുകയാണ്. ഇത് നമുക്ക് ബുദ്ധിമുട്ടാവും. ഈ 3 മേജർ ഫുട്ബോളേഴ്സ് കണ്ടിന്യൂസ് ഷോട്ട് ഉപയോഗിച്ച് ബോൾ പാസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സ്പീഡുമായിട്ട് ബാരെഫുട്ടിന് മാച്ച് ചെയ്യാൻ കഴിയുന്നില്ല. അവരവരുടെ പേസും സ്പീഡും ശരിക്കും മുതലാക്കുന്നുണ്ട്. നിങ്ങളോട് പറഞ്ഞതല്ലേ ട്രയാങ്കിൾ അറ്റാക്ക് പല വിധത്തിലുണ്ടെന്ന്. നിങ്ങൾക്ക് അത് തടയാൻ പറ്റുമെങ്കിൽ വേഗം തടയാൻ നോക്ക്. അവരുടെ എല്ലാ പ്ലേയേഴ്സും നമ്മുടെ പ്ലേയേഴ്സിനെക്കാളും നല്ല സ്പീഡായിട്ട് ഓടുന്നവരാണ്. അവരിങ്ങനെ ചേസ് ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്നേ. നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് വെച്ച് വേണം കളിക്കാൻ. പിന്നെ ഗെയിം അവരുടെ കൺട്രോളിലാവും. പിന്നെ അവർക്ക് എപ്പോ വേണമെങ്കിലും ഗോൾ അടിക്കാം. ഷോൺ, ഈ 6 പേരും ഒരു ട്രയാങ്കിളില്ലാതെ എലിയെ പൂച്ചയെ പോലെ ഓടി നടക്കുകയാണ്. അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് ബാരെഫുട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിനക്കെന്നെ പിടിക്കാൻ പറ്റുമെന്നാണോ വിചാരിക്കുന്നേ? അവർ ഗോൾ പോസ്റ്റ് അടുത്തേക്ക് എത്താറായി. പെട്ടെന്ന് ഷൂട്ട് ചെയ്യ്.
ഷാഡോ നോക്കിക്കോ. ഇതാണ് ട്രിപ്പിൾ ഷാഡോ സ്വം അറ്റാക്ക്. നിങ്ങൾക്ക് ഇതൊരിക്കലും തടയാൻ പറ്റില്ല. ട്രിപ്പിൾ ഷാഡോ സ്വാം അറ്റാക്ക്. ട്രിപ്പിൾ ഷാഡോ സ്വാം അറ്റാക്ക്. ട്രിപ്പിൾ ഷാഡോ സ്വാം അറ്റാക്ക് നല്ലൊരു സ്ട്രാറ്റജിയാണ്. ഫസ്റ്റ് ഹാഫിലെ അവസാനത്തെ സ്കോർ 2-0 ആണ്. ഇത് നന്നായി. മീഡിയക്കാരൊക്കെ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതെ മിസ്റ്റർ ഫിലിപ്പ്, ഇത് ലൈവാണ്. അവൻ ഈ ഗെയിം തീർച്ചയായും കാണുന്നുണ്ടാവും. ഒരിക്കലും ഒരു ഗോൾ കീപ്പറിന് ഒറ്റയ്ക്ക് 3 ഫോർവേഡ്സിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. ഐ എം റിയലി സോറി ഷോൺ. എന്റെ അഭിപ്രായത്തിൽ ടൈറ്റൻ അവന്റെ ബെസ്റ്റ് ഗെയിം തന്നെ കളിച്ചത്. എനിക്കറിയാം ഇത് നിന്റെ തെറ്റല്ല. നമ്മുടെ ഒപ്പോണൻസ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് കളിക്കുന്നത്. അവര് എങ്ങനെ പോയാലും ഗോൾ കീപ്പറിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴത്തേക്കും 3 against 1 എന്നുള്ള രീതിയിലാവും. യെസ്, എനിക്ക് കിട്ടിപ്പോയി. ഐ ഹാവ് എ സൊല്യൂഷൻ. അതെയോ, എന്താണത്? 3 against 3 വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ നമുക്ക് 4 ചെയ്യാം. മാച്ചിന്റെ രണ്ടാമത്തെ ഭാഗം ഇപ്പൊ തുടങ്ങാൻ പോകുകയാണ്. ബെയർഫുട്ടിനെതിരെ ഹോണറ്റ് 2 ഗോൾ അടിച്ചിരിക്കുന്നു. സ്പീഡ് കാരണമാണ് അവർക്ക് ഈ 2 ഗോളും സ്കോർ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനിയെങ്കിലും ബെയർഫുട്ടിന് ഗോൾ അടിക്കാൻ കഴിയുമോ? ബോൾ കിക്ക് ചെയ്യാൻ നോക്ക്. എനിക്കറിയാം നിന്നെ കൊണ്ട് സാധിക്കുമെന്ന്. അങ്ങനെ തന്നെ ഒന്നും കൂടി മുന്നോട്ട് പോ. അത് കണ്ടില്ലേ, മിത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ മാച്ചിലുണ്ടായ ആവേശമൊന്നും ഈ മാച്ചിൽ ആർക്കും തന്നെ കാണാൻ കഴിയുന്നില്ല. മിത്തിന് കളിക്കാൻ കഴിയുമോ? എന്തുപറ്റി മിത്ത്, നീ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? എനിക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിടിത്തം പറയാനേ മിത്ത്, നിന്നെ കൊണ്ട് സാധിക്കുന്നേ. മിത്ത് വളരെ സ്പെഷ്യൽ ആണ്. ടീം ബെയർഫുട്ട് പുതിയൊരു ഫോർമേഷനിലേക്ക് വന്നിരിക്കുന്നു. 4 പ്ലെയറുള്ള റോംബസ് ഫോർമേഷൻ. ഗോൾ കീപ്പർ ഷാഡോയും ഗോൾ പോസ്റ്റ് വിട്ട് പെനാൽറ്റി ഏരിയയിലേക്ക് വന്നിരിക്കുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇത് വർക്കൗട്ട് ആവോ? 3 പേര് ഒരുമിച്ച് ചേരുമ്പോൾ അവരുടെ അറ്റാക്ക് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് 4ാമതൊരാളെ അയക്കാം. അപ്പൊ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഷാഡോ വളരെ ദൂരത്ത് നിൽക്കുന്നു. അവരെങ്ങാനും വന്ന് ഗോൾ അടിച്ചാലോ? സാരമില്ല, ഷാഡോ എന്തായാലും സ്വീപ്പറാണ്. അവരെങ്ങനെയെങ്കിലും ബ്രേക്ക് ത്രൂ ചെയ്താലും അവൻ തിരിച്ചു പോയി ബ്ലോക്ക് ചെയ്തോളും. അവരെ ശ്രദ്ധിക്കണ്ട. അവരുടെ ഗോൾ കീപ്പർ ദൂരത്താണ് നിൽക്കുന്നത്. ഗോൾ അടിച്ചാൽ അവർക്ക് തടയാൻ കഴിയില്ല. അവരുടെ സ്ട്രാറ്റജി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ്. ടൈറ്റന്റെ ദൂരം മാറ്റാൻ അവർ പെനാൽറ്റി ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ടൈറ്റിൽ ഒരു ഓപ്പണിംഗ് കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കളിച്ച പോലെ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഓരോരുത്തരെയും തോൽപ്പിക്കാൻ നോക്ക്. ന്യൂക്ലിയസ്, ഞാൻ പറഞ്ഞ പ്ലാനിൽ തന്നെ ചെയ്യ. നമ്മുടെ 3 പ്ലേയേഴ്സും അവരുടെ പൊസിഷനിലേക്ക് വരിക. ബെയർഫുട്ടിലെ പ്ലേയേഴ്സ് ഹോണറ്റിലെ പ്ലേയേഴ്സിന്റെ കൂടെ തന്നെയുണ്ട്. ഈ പ്രാവശ്യവും അവർക്ക് ഗോൾ അടിക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. അതേ സ്ട്രാറ്റജി ഉപയോഗിച്ച് അവർ 3ാമത്തെ ഗോളും അടിക്കാൻ പോവുകയാണ്. ഷാഡോ പാസ് ചെയ്യാനുള്ള ഓപ്പണിംഗ് അവർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ന്യൂക്ലിയസും കൂടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ടീം ഹോണറ്റ് ഗോൾ അടിക്കാതിരിക്കാനുള്ള ശ്രമത്തിലാണ്. ഇവരെ തടയാൻ വേറൊരുത്തൻ വരുന്നുണ്ട്. പെട്ടെന്ന് അയാളെ അവിടെ നിന്ന് ഒഴിവാക്ക്. അവനെ വിടരുത്. തിരിച്ചു നിങ്ങളുടെയൊക്കെ പ്ലേസിലേക്ക് പോകും. ടീം ഹോണറ്റിന്റെ പ്ലെയറിനെ 2 സൈഡിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ടീം ഹോണറ്റ് ഗോൾ അടിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ എത്ര ശ്രമിച്ചാലും ഷാഡോവിനെ അവിടുന്ന് മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല. ഹോണറ്റിലെ എല്ലാ പ്ലെയേഴ്സിനെയും അവർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്ത് കളിയാ കളിക്കുന്നേ? നിങ്ങളെന്താ ശരിക്കും കളിക്കാത്തത്? വേഗം ചെന്ന് ഗോൾ അടിക്കുക.
സാറ്റലൈറ്റ് ഈ ചാൻസ് കളയരുത്. ഹോണറ്റിലെ പ്ലെയറിന് സാറ്റലൈറ്റിനെയും ടൈറ്റനെയും ഒരുമിച്ച് ഫേസ് ചെയ്യേണ്ടിയായിട്ടുള്ള ഗതികേട് വരുന്നു. ന്യൂക്ലിയസ് മറ്റൊരു പ്ലെയറിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ടൈറ്റൻ പ്ലെയറിനെ ബ്ലോക്ക് ചെയ്ത കാരണം സാറ്റലൈറ്റ് അവരുടെ ബോളിനെ തട്ടിയെടുത്തിരിക്കുന്നു. ഇനി ഹോണറ്റിന്റെ എന്ത് ഗെയിം പ്ലാൻ ആയാലും ടീം ബെയർഫുട്ട് അവരെ തടുക്കാൻ ശ്രമിച്ചിരിക്കും. രണ്ട് ടീമുകളും പരസ്പരം പലതരത്തിലെ ടാക്ടിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ബെയർഫുട്ടിലെ പ്ലെയർ ബോളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ മിഡ് പ്ലെയറിനെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് ഗോൾ ഡിഫൻസ് ചെയ്യ. വേഗമാവട്ടെ മിത്ത്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ സമ്മതിക്കില്ല. ഈ ഗോൾ തടയാനാകുമോ ഇല്ലയോ എന്നാണ് നമുക്ക് കാണുന്നത്. ഇത് മിത്തും ഗോൾ കീപ്പറും തമ്മിലുള്ള പോരാട്ടമാണ്. ബെയർഫുട്ടിന് ഈ ഗോൾ നേടാൻ കഴിയുമോ? ബെയർഫുട്ട് ഒരു ഗോൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ സ്കോർ 2-1 ആണ്. അടിപൊളി മെത്ത്, നീ മിടുക്കനാണ്. നന്നായി. ഇൻക്രെഡിബിൾ. അവനത് ചെയ്തു. ഇനി നമ്മൾ ഒരു ഗോൾ അടിച്ചാൽ മതി. വളരെ നല്ലത്. അവരിങ്ങനെ കളിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ലൈവ് ബ്രോഡ്കാസ്റ്റ് നിർത്ത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഗോൾ പോയത് ആരും അറിയാൻ പാടില്ല. എല്ലാരും കാണുകയാണിത്. നാണക്കേട്. മിത്ത് വളരെ നല്ലൊരു പ്ലെയർ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു നല്ല ഫോർമേഷൻ ആണ് ഏതൊരു ടീമിന്റെയും വിജയ കാരണം. ബ്രില്യന്റ്. കുറച്ച് സമയത്തിനുള്ളിൽ ഈ മാച്ച് വീണ്ടും തുടരും. ബെയർഫുട്ടിന് ഇനി ഒരു ഗോൾ മാത്രം അടിച്ചാൽ മതി. ടീം ഹോണറ്റ് ഇനി എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്? ബോൾ സൈഡിൽ നിന്ന് പാസ്സായി പോയിട്ടും മിത്ത് അവിടെ അനങ്ങിയിട്ടില്ല. ടീം ബെയർഫുട്ടിന് ഒരു ഗോൾ അടിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? നീ മിടുക്കനാണ്. ഇപ്പൊ ഒരു ഗോൾ അടിച്ചു. അടുത്ത ഗോളിന് വേണ്ടി ട്രൈ ചെയ്യ്. നിന്നെ കൊണ്ട് കഴിയും. നീ അവിടുത്തെ അവരുടെ 3 പ്ലെയേഴ്സിനെ മാറ്റിയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ജയിക്കാൻ സാധിച്ചത്. ഞാൻ വളരെ സ്ലോ ആണ്. അവർ പുതിയ ഐഡിയകളൊക്കെ പ്രയോഗിച്ചാൽ എന്നെ കൊണ്ട് നേരിടാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ടാണ്. നീ അങ്ങനെ ഒന്നും വിചാരിക്കില്ലേ? പിന്നെ നമ്മൾ ആകെ തളർന്നു പോകും. നീ വെറുതെ പറയല്ലേ. അതിനുള്ള കോൺഫിഡൻസ് എനിക്കില്ല. മിത്ത്, നിന്നെ കൊണ്ട് സാധിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്താ അവിടെ നിന്ന് പറയുന്നേ? മറ്റ് ഫുട്ബോളേഴ്സിനെ പോലെ തന്നെ മിത്തിന്റെ കോൺഫിഡൻസും വളരെ കുറവായിരിക്കാണ്. എന്ത് തന്നെയായാലും സാധാരണ ഫുട്ബോളർ അല്ലേ അവൻ. ഞാൻ സാധാരണ GGO ഫുട്ബോളേഴ്സിനെ കുറിച്ചല്ല പറയുന്നത്, റിയൽ ഹ്യൂമൻ ഫുട്ബോളേഴ്സിനെ കുറിച്ചാണ്. പൊസിഷൻ മാറാൻ നോക്ക്. നിങ്ങൾ പുറകോട്ട് പോ. നമ്മുടെ ഈ സ്ട്രാറ്റജി അവർക്ക് മനസ്സിലാക്കാൻ പാടില്ല. അവർ ഈ ഗോൾ അടിച്ചില്ലെങ്കിൽ തീർച്ചയായും ഈ മാച്ച് നമ്മൾ തന്നെ ജയിക്കും. അടിപൊളി. ഇനി നമ്മളെ തടയാൻ സാധിക്കില്ല. വീണ്ടും വീണ്ടും തോക്കിക്കേറി വെടിവെക്കല്ലേ. നീ അങ്ങനെ സന്തോഷിക്കാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും അവര് ഒരു ഗോളിന് മുന്നിലാണ്. എങ്ങനെയെങ്കിലും നമ്മളൊരു ഗോൾ അടിച്ചേ കഴിയൂ. മാച്ച് അവസാനിക്കാനുള്ള സമയം അടുത്തു വരുന്നു. ഇനി ഒരു 5 മിനിറ്റ് മാത്രം ബാക്കി. സെക്കൻഡ് ഹാഫിൽ ബെയർഫുട്ട് ഒരു ഗോൾ സ്കോർ ചെയ്തതല്ലാതെ അവരുടെ ഡിഫൻസിൽ അധികം മാറ്റമൊന്നുമില്ല. ഹോണറ്റ് അവരുടെ അറ്റാക്ക് നിർത്തി കഴിഞ്ഞിരിക്കുന്നു. അതും അവർ മോശമായിട്ട് പരാജയപ്പെട്ട് എങ്ങനെയെങ്കിലും മാച്ച് 2-1 അവസാനിക്കണമെന്നാണ് തീരുമാനം. അതേസമയത്ത് ബെയർഫുട്ടിലെ മിത്തിന് എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇരു ടീമുകളും അറ്റാക്ക് ചെയ്യാൻ ഭയപ്പെടുന്നു. ഇനി കുറച്ച് സമയം കൊണ്ട് നമ്മൾ മാച്ച് ജയിച്ചിരിക്കും. എന്താ ഇവർ ടൈം വേസ്റ്റ് ആണെന്നോ? എന്ത് വിട്ടിട്ടാണിത്? ഒന്ന് സമാധാനിക്ക്. അവരുടെ 3 അറ്റാക്കേഴ്സിനെയും മിഡ്ഫീൽഡിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവർ അറ്റാക്ക് ചെയ്യുന്നത് നിർത്തിയിരിക്കുന്നു. പക്ഷെ ആ സമയത്ത് നമുക്കും അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ മുമ്പോട്ട് പോകണമെന്ന് ശ്രമിച്ചാൽ പോലും അവര് ഫുൾ കൺട്രോൾ എടുക്കും.
അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ കളിച്ചാലും നമ്മളെ കൊണ്ട് ഗോൾ അടുപ്പിക്കില്ല അവര്. എങ്ങനെ ജയിക്കും? നമ്മൾ ഈ മാച്ച് തോക്കുകയാണെങ്കിൽ ശരിയാവില്ല കേട്ടോ. മിത്തിനെ സഹായിക്കാൻ നമുക്ക് സാറ്റലൈറ്റിന്റെ മുമ്പിലേക്ക് അയച്ചാലോ? നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല, കാരണം അവര് ഭയങ്കര ഫാസ്റ്റ് ആണ്. നമ്മളുടെ ഫോർമേഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഗോൾ അടിക്കും. പിന്നെ നമുക്ക് ഒരിക്കലും ഈ ഗെയിം ജയിക്കാനേ കഴിയില്ല. പിന്നെ എന്താ നിങ്ങളുടെ തീരുമാനം? അവരെ പോലെ കൈ കെട്ടി നോക്കി നിൽക്കണോ? മാച്ച് ഇങ്ങനെ പോയാൽ ഈ മാച്ചും പരാജയപ്പെടും. ഈ മാച്ചും അവർ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഫൈനൽസിലേക്ക് പോകാനുള്ള അവസരം അവർക്ക് കിട്ടാൻ പോകുന്നില്ല. നിന്നെ കൊണ്ട് പറ്റും. അവരുടെ ഭാഗത്ത് നിന്ന് ഒരാൾക്കെതിരെ 5 പേരാ വരുന്നത്. അവർക്ക് വളരെ വേഗതയുമുണ്ട്. എനിക്ക് പറ്റില്ല. നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ മെത്ത്. അവരെ എതിർത്ത് ജയിക്കാൻ പറ്റുന്നുള്ള കാര്യം പ്രയാസമാണ്. വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് എന്തും നേരിടാം. നീ എന്നെ വിശ്വസിക്കണ്ട, നീ നിന്നെ വിശ്വസിക്കൂ. മതി. ബോളുമായിട്ട് മുന്നിലേക്ക് പോകുന്നുണ്ട്. ട്രയാങ്കിൾ ഫോർമേഷൻ ക്രോസ് ചെയ്തിട്ടാണ് മുന്നിലേക്ക് പോകുന്നത്. പിത്ത് വളരെ സ്പീഡിലാണ് ഓടുന്നത്. ടീം ഹോണറ്റിന് അവരെ തടയാനുമാകുന്നില്ല. അടിപൊളി, അങ്ങനെ തന്നെ പോ. അവന്റെ പുറകെ ഓടണ്ട, ഗോളടിക്കാതിരിക്കാൻ നോക്കിയാ മതി. മിത്ത്, നീ എല്ലാരിൽ നിന്നും വ്യത്യസ്തനാണ്. നീ സാധാരണ ഫുട്ബോളർ അല്ല, നിനക്ക് ചെയ്യാൻ പറ്റും. കമോൺ മെത്ത്, നിന്നെ കൊണ്ട് സാധിക്കും. അവന്റെ സ്പീഡ് കൂട്ടി കഴിഞ്ഞിരിക്കുന്നു. ഓണത്തിന്റെ പ്ലേയേഴ്സ് അവന്റെ പുറകെ തന്നെയുണ്ട്, പക്ഷെ അവനെ പിടിക്കാനാകുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ചു? വളരെ നല്ല കാര്യം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? കമോൺ മെത്ത്, നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്ക്. അവനെ കുറിച്ച് ഞാൻ കരുതിയത് ശരിയാണ്. മാച്ചിന്റെ അവസാനത്ത് വളരെ ഹൈ സ്പീഡായ ഒരു ഷോട്ടാണ് അടിച്ചത്. മാച്ച് ഇപ്പോൾ ടൈയിലാണ് എത്തിയിരിക്കുന്നത്. ടീം ബെയർഫുട്ട് ഇപ്പൊ മുന്നിലേക്ക് ചാർജ് ചെയ്തിട്ടാണ് ഗോൾ അടിച്ചിരിക്കുന്നത്. ഷോൺ നീ വളരെ നന്നായി കളിച്ചു. പക്ഷെ ഗോൾ സ്കോർ ചെയ്ത് ഐസക്കിന് മിത്തല്ലേ? അതുകൊണ്ട് ഷോൺ ഒന്നും ചെയ്തില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതെ അതെ, ശരിയാ ശരിയാ. ഓഹോ, കലക്കി. അടിപൊളിയായിട്ട് കളിച്ചു ഊക്രൻ. ഷോൺ, മിത്ത് എങ്ങനെ ഇത്ര ഫാസ്റ്റിൽ ഓടിയത്? പിന്നെ അവൻ എന്ത് ശക്തിയിലാ ഷോട്ട് അടിച്ചത്, അത് കണ്ടോ? ഇതുവരെ ഈ ജിജിഒ ഫുട്ബോളിൽ ആരും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. മിസ്റ്റർ ഫിലിപ്പ്, ഞങ്ങളോട് ക്ഷമിക്കണം. ഇതിങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല. ജിജിഒ ഫുട്ബോൾ നല്ല രസമുണ്ട്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഫിലിപ്പ്, ഇന്നത്തെ മാച്ച് സമനിലയായതിൽ താങ്കൾക്ക് സന്തോഷമുണ്ടോ? എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഗെയിമിനെ പറ്റി ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള ഒരു ആവേശം എനിക്കുണ്ടായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മിസ്റ്റർ ഫിലിപ്പ്, നിങ്ങൾ എന്താണ്? സാരമില്ല, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ തരാം. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. ജിജിഒ ഫുട്ബോളിനെ പറ്റി എനിക്ക് ശരിക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞത്. ഞാനിവിടെ വന്നത് തന്നെ നിന്നെ ശരിക്കും മനസ്സിലാക്കാനാ. മോനെ, നിനക്കറിയോ ഞാൻ ഈ ഗെയിം എത്ര ഭംഗിയായിട്ടാ കളിച്ചതെന്ന്? എത്രയും പെട്ടെന്ന് എന്റെ മോൻ വീട്ടിലേക്ക് തിരിച്ചു വരണം. പഠിക്കുന്നു പറഞ്ഞ് ഞാൻ നിന്നെ ഒരിക്കലും ശല്യം ചെയ്യില്ല മോനെ. എന്റെ ജീവിതത്തിലെ പ്രധാന ഘടകം നീ മാത്രമാണ്. വേറൊന്നും എനിക്ക് ആവശ്യമില്ല മോനെ. എന്നോട് ക്ഷമിക്കട്ടെ കൂട്ടാ. മോനെ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. എന്റെ പൊന്നുമോൻ, വേഗം തിരിച്ചു വാ. ഡാഡ്,
എന്റെ മോനെ, നീ വന്നോ? ഗെയിം കണ്ടോ നീ? ഡാഡ്, ഞാൻ ചെയ്ത തെറ്റ് ക്ഷമിക്കണം. സാരമില്ല, എന്തായാലും നീ വന്നല്ലോ, അത് മതി. ഡാഡ്, ഇനിയൊരു ജിജെ ടൂർണമെന്റിൽ ഒറ്റയ്ക്ക് പോവാൻ ഞാൻ സമ്മതിക്കില്ല. അതെന്താ മോനെ, എന്റെ ഗെയിം നന്നായില്ലേ? കാരണം എനിക്ക് എന്റെ അച്ഛന്റെ കൂടെ ഒന്നിച്ച് കളിക്കണം. തീർച്ചയായും മോനെ, തീർച്ചയായും നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഇദ്ദേഹം ടൂർണമെന്റിൽ ജോയിൻ ചെയ്തത് കാണാതായ മകനെ കണ്ടുപിടിക്കാൻ മാത്രമായിരുന്നോ? എനിക്കൊരു ഐഡിയ. നീയും ഞങ്ങളെ പോലെ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ വിയാനാലിൽ പോയി മ്യൂസിക്കും പഠിക്കാം, പിന്നെ ഞങ്ങളുടെ കൂടെ ദിവസം ജിജിയോ ഫുട്ബോളും കളിക്കാലോ. അത് ശരിയാണല്ലോ. ഇങ്ങനെ ചെയ്താ പിന്നെ സ്കൂളിൽ പോവണ്ടല്ലോ. നിങ്ങൾക്കറിയാം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന്. ഐസക്, അപ്പൊ നീ ഇപ്പൊ എന്താ ആലോചിച്ചത്? ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് ആലോചിച്ചതാ. കണ്ടിട്ട് ഒരുപാട് നാളായി. നീ നിന്റെ അച്ഛനെ കുറിച്ചാണ് ആലോചിക്കുന്നതെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയും മിത്ത് എന്തുകൊണ്ടാണ് എക്സ്ട്രാ ഓർഡിനറി എന്ന്. അത് ശരിയാ. ഐസക്കിന്റെ അച്ഛൻ ഡോക്ടർ കോൾമന് ജിജിയോ ഫുട്ബോൾ നിർമ്മിച്ച ഒരാളായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നത് ഇനി കുറച്ചു ദിവസത്തേക്ക് ഐസക്കിന്റെ മനസ്സിൽ മിത്തിന്റെ ആ ഗോളും അവന്റെ അച്ഛനും മാത്രമേ ഉണ്ടാവൂ.